ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ദേ നല്ല മഴയാണ്. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ്. സ്കൂളുണ്ട്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ എന്നത്തെയും വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുളിക്കാത്ത ആളല്ല. പക്ഷേ എഴുന്നേറ്റ് ഇവരൊക്കെ സ്കൂളിലും ഓഫീസിലും പോകുന്നവരെ പൊതുവേ ഞാൻ കുളിക്കാറില്ല. കാരണം ആ ഒരു ഭയങ്കര ഹെക്ടിക്കായിരിക്കും ചടുപടി. അത് കഴിഞ്ഞ് പിന്നെ കിച്ചൺ മുഴുവനെ വൃത്തിയാക്കിയിട്ട് ആണ് ഞാൻ കുളിക്കാറ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ രണ്ടുപേരും ലഞ്ച് കൊണ്ടുപോകുന്നില്ല. രംഷേട്ടൻ ഓഫീസിലുണ്ട്, ഇന്ന് എന്തോ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. മിത്തുക്കുട്ടിക്കാണെങ്കിൽ ക്യാൻറ്റീനിൽ ഫുഡ് ഉണ്ടാവും. അപ്പോൾ എല്ലാ കൊല്ലം കുറച്ച് കൂപ്പൺ വാങ്ങിച്ചു വെക്കും. ഒരു 10 കൂപ്പണേ വാങ്ങുള്ളൂ. അതായത് മാസത്തിൽ ഒരു കൂപ്പൺ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഡെയിലി ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. നമുക്ക് ഓഫീസിൽ രണ്ടുപേരും പോകുന്ന ആളുകൾക്കൊക്കെ ഹെൽത്തി ഫുഡായിരിക്കും. അങ്ങനെ ജങ്ക് ഫുഡ്സ് ഒന്നും ഉണ്ടാവില്ല. നല്ല ഫുഡുകളായിരിക്കും. അപ്പം മിത്തു ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മൺഡേ ടു ഫ്രൈഡേ വരെ ഏത് ദിവസമാണ് നല്ല ഫുഡ് എന്നൊക്കെ നോക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം, കാരണം ഈ 10 കൂപ്പൺ തീർക്കും വേണമല്ലോ. അപ്പോൾ നമുക്ക് സാധാരണ അങ്ങനെ വയ്യാത്ത ദിവസമൊക്കെയാണ് സാധാരണ അങ്ങനെ കൊണ്ടുപോകാറ് കേട്ടോ. അപ്പോൾ ഇന്ന് മിത്തു പറഞ്ഞു ഞാൻ ഇന്ന് കൂപ്പൺ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടെ ക്യാൻറ്റീനിൽ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആഹാ, അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര റിലാക്സ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ സ്നാക്സ് എന്തെങ്കിലും വെക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോസ് എടുക്കാതെ തന്നെ എനിക്കൊരു റോളർ കോസ്റ്റർ പോലെയാണ് ഫീൽ ചെയ്യുക. അതിൻ്റെ ഇടയിൽ ആകെ ചടുപിടി. പിന്നെ ഞാനാണെങ്കിൽ ഫാസ്റ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വീഴും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഭയങ്കര റിലാക്സ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാം. മോർണിംഗിൻ്റെ ആ ഒരു ഭയങ്കരമായ ബഹളവും ധൃതിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് ബ്രെഡും ഓംലെറ്റുമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നാടൻ ഓംലെറ്റ് രമേശേട്ടന് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട്, മിത്തുക്കുട്ടിക്ക് സാധാരണ അങ്ങനെ ഉള്ളിയും അതൊന്നും ഇഷ്ടമല്ല, നോർമൽ ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ടോസ്റ്റർ അവിടെ കൊണ്ടുപോയി വെച്ചു. ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം ചീസൊക്കെ ഇട്ടിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ചീസില്ല. നോക്കുമ്പോൾ മിത്തുക്കുട്ടി ഇതേ ഇരുട്ടത്തിരിക്കുന്നു. നോക്കി, ഇരുട്ടെന്ന് പറഞ്ഞാൽ മോർണിംഗ് ഒരു 7:30 ആണ്. പക്ഷെ ഭയങ്കര മഴ. ഇപ്പോൾ ഇവൻ ലൈറ്റ് ഇട്ടിട്ട് പോലും അങ്ങനെ ഒരു ഇരുട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാമറയുടെ ലൈറ്റ് കൂട്ടി വെച്ചു കേട്ടോ. കാരണം രാവിലെ നല്ല മഴ പെയ്യുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പോകാനേ തോന്നില്ല അല്ലേ പണ്ടൊക്കെ സ്കൂളിലേക്ക്. മിത്തുക്കുട്ടിക്ക് പക്ഷേ സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് എന്നെ പോലെ അല്ല. അപ്പോൾ ഞാൻ ഈ ടോസ്റ്റർ വെറുതെ അവിടെ വെച്ചു. ആർക്കും ഒന്നും വേണ്ട. രമേശേട്ടൻ അവിടെ എന്തൊക്കെയോ ഇരുന്ന് പറയാണ് നല്ല മഴ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഒരു ദിവസം മഴ പെയ്താൽ 2 ദിവസം മഴ പെയ്യില്ല. അടുപ്പിച്ചുള്ള മഴ മുംബൈയിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയ സ്കൂളും ഇതൊക്കെ ലീവാവും നമ്മുടെ നാട്ടിലെ പോലെ. പക്ഷെ ഒറ്റ പ്രാവശ്യം ആ ഒരു മഴ കിട്ടുള്ളൂ. ഒരു ദിവസം മാക്സിമം ലീവും കിട്ടാറുള്ളൂ. അതിൽ കൂടുതൽ ലീവ് ഉണ്ടാവാറില്ല. അപ്പോൾ അതിനൊക്കെ പറ്റി ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ. അപ്പം മിത്തുക്കുട്ടിക്ക് ഷോർട്ട് ബ്രേക്കിന് ഓറഞ്ച് വെക്കാമെന്ന് വിചാരിച്ചു. ചില ഓറഞ്ച് ഉണ്ടല്ലോ, ഓറഞ്ചാണ് പക്ഷേ മൂസമ്പി പോലെ തോല് ഭയങ്കര കട്ടി, ചിലത് ഭയങ്കര സോഫ്റ്റാണ്. പക്ഷേ ഈ മിനി ഓറഞ്ച് ഭയങ്കര ടേസ്റ്റ് ആട്ടോ, നല്ല മധുരം. അതുകൊണ്ട് ഞാൻ എപ്പോഴും മിനി ഓറഞ്ചാണ് വാങ്ങിക്കാറ്. വലിയ ഓറഞ്ചല്ല, മിനി ഓറഞ്ച്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, നല്ല അടിപൊളി മധുരം. അപ്പോൾ അത് മിത്തുക്കുട്ടിയോട് എന്തായാലും കഴിക്കണം എന്നിങ്ങനെ പറഞ്ഞു. ആപ്പിൾ ആകുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് കഴിക്കില്ല. പിന്നെ തോലോടുകൂടെ വെക്കാൻ പറയും. പക്ഷേ എനിക്ക് തോലോടുകൂടി വെക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അത് ഭയങ്കരമായിട്ട് നന്നല്ലല്ലോ, വാക്സൊക്കെ വരുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങി. ഞാൻ ചുമ്മാ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം എന്ന്. ഞാൻ എന്തായാലും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവരെ കൂടെ രാവിലെ കുളിച്ചതല്ലേ, അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വരാം. ഇവർ അങ്ങനെ പോവുകയാണെങ്കിൽ അതിനുശേഷം പിന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇവരുടെ കൂടെ ഇറങ്ങിയതാണ്. മിത്തുക്കുട്ടി ഇതേ റെഡിയായി ഇതേ സ്കൂളിലേക്ക് ഇറക്കി വിട്ടു. ഞാനങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പിന്നെ തിരിച്ചിതാ വീട്ടിലെത്തി. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് മഴയ്ക്കൊരു കുറവുണ്ട്. നല്ല അടിപൊളി മഴയാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഇവിടെ ഇറങ്ങി ഓടിയ കാരണം ജസ്റ്റ് ഒന്നും കൂടി കുളിച്ച് എന്താ പറയാ ഓടി പോവാണ് ചെയ്തത്. ഇങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയർ നല്ല മൂടി കുറച്ച് കിടന്നുറങ്ങാനാണ് തോന്നുന്നത്. കാരണം അത്ര മഴ, ഇന്ന് നല്ല മഴ ദിവസം തോന്നുന്നുണ്ട് കേട്ടോ. ചില ദിവസം അങ്ങനെ നല്ല മഴ, ചില ദിവസം തീരെ മഴ ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നമുക്ക് എന്താ പറയാ ചെറുതായിട്ട് സ്കിൻ കെയർ എന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു സിറം തേക്കും, മോയ്സ്ചറൈസർ തേക്കും, സൺസ്ക്രീൻ തേക്കും. മഴക്കാലമാണെങ്കിൽ ഞാനത് 3 ചെയ്യാറുണ്ട്. അപ്പൊ ഇത്ര കാലം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ തേക്കുന്ന ഈ വൈറ്റമിൻ സി സിറത്തിൽ ഡീപ് പെനിട്രേഷൻ ഫോർമുല ഇല്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഡെർമാക്കോന്റെ ഡീപ് പെനിട്രേഷൻ ഫോർമുല ഉള്ള 10% വൈറ്റമിൻ സി ഫേസ് സിറാണ് കേട്ടോ പരിചയപ്പെടുത്തി തരുന്നത്. നമുക്കൊരു ടീ സ്ട്രെയിന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 അരിപ്പ എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ 1 സോൾട്ട് ഇട്ടിട്ടുണ്ട്, 1 നമ്മൾ ലാർജ് പെബിൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ, ഇതിൽ ഏറ്റവും സ്മോൾ ഫൈൻ പാർട്ടിക്കിൾസ് ഇതിൽ നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ടീ സ്ട്രെയിനർ നമ്മുടെ ഒരു സ്കിന്നായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ സിറം വിത്ത് ലാർജ് മോളിക്യൂൾസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ തന്നെ നിൽക്കും. പക്ഷേ ഇത് ഡെർമാക്കോൻ്റെ ഡീപ് പെനിട്രേഷൻ ഫോമുലുള്ള കാരണം ഇത് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക്, സർഫേസിൽ മാത്രമല്ല ഉള്ളിലേക്ക് ഇറങ്ങി ചേർന്ന് ഇറ്റ് വർക്ക്സ് ബെറ്റർ. അപ്പോൾ ഇത് ഡെർമാക്കോൻ്റെ 10% വൈറ്റമിൻ സി സിറം വിത്ത് ഇറ്റ്സ് ഡീപ് പെനിട്രേഷൻ ഫോമുല
അതുപോലെ എനേബിൾ ചെയ്യും 70% ഹയർ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ സി ദാൻ അതർ വൈറ്റമിൻ സീസ് കേട്ടോ. പിന്നെ ഇതിൽ സുപ്പീരിയർ അബ്സോർപ്ഷൻ നമ്മുടെ സ്കിന്നിലേക്ക് ഡീപ്പായിട്ട് പോയിട്ട് ഡാർക്ക് സ്പോട്സിനെയും ഡൾനെസ്സിനെയൊക്കെ ഫൈറ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ റൂട്ടിലേക്ക് പോയിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആൻഡ് ബ്രൈറ്റർ ആവും. ഇതിലുള്ള വൈറ്റമിൻ സി റേഡിയൻ്റ് ആൻഡ് ഗ്ലോയിങ് സ്കിന്നിനും നയാസിനമൈഡ് സെബം പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യും. പിന്നെ ഇത് സേഫ് ആൻഡ് എഫക്റ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഡെർമാക്കോ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡെർമാക്കോന്റെ എല്ലാ പ്രോഡക്റ്റും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ആമസോണിലും പേർപ്പിളിലും നൈക്കിയിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പൊ ആർക്കെങ്കിലും ഇത് ഡെർമാക്കോന്റെ പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്വപ്ന 2025 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി, 20% വരെ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഡെർമാക്കോ എവറി ഇയർ 20,000 സ്റ്റുഡൻസിനെ എംപവർ ചെയ്യുന്നുണ്ട് ത്രൂ എഡ്യൂക്കേഷൻ അലോങ് വിത്ത് ഭൂമി ഫൗണ്ടേഷൻ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള സത്യം പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ബ്രെഡും ഓംലെറ്റുമാണ്. എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, തീരെ എഗ്ഗ് കഴിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒട്ടും അത് പറ്റാത്ത പോലെ. എന്ന് വെച്ചാൽ നമ്മൾ കറിയിലൊക്കെ ആണെങ്കിൽ പിന്നെയും കഴിക്കും. അല്ലെങ്കിൽ എനിക്ക് മിക്കവാറും പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് എഗ്ഗ് ഓംലെറ്റ് അതൊന്നും തീരെ കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്ക് കഴിക്കാൻ ദോശയും മസാലക്കറി ഒരുപാട് കാലമായിട്ടോ വെച്ചിട്ട്. ഈ കുക്കർ കണ്ടോ ഡിഷ് വാഷറിൽ ഇട്ടിട്ടാണ് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയായി പോയത്. നല്ലൊരു കുക്കറായിരുന്നു. അപ്പോൾ ഇന്ന് സാധാരണ നമ്മളിങ്ങനെ ഓവർനൈറ്റ് ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കാറുണ്ടാവുക. അപ്പോൾ ഇന്നിപ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തി ഉച്ചയ്ക്കും രാവിലെയും കൂടിയിട്ടുള്ള ചപ്പാത്തി അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ദോശ കഴിക്കാം. ഇതൊരു ദോശ അതും നല്ല നെയ്യൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ പണ്ടത്തെ സ്റ്റൈൽ ചട്ടിയിൽ ഈ ഒരു നോൺ സ്റ്റിക്ക് അല്ലാത്ത ഇങ്ങനത്തെ ഇതിൽ ദോശ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ എത്ര വർഷമായി 3-4 വർഷമായി ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് നോൺ സ്റ്റിക്കിൽ ദോശ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും തോന്നില്ല. എന്തോ ഒരു സാധനം ഇങ്ങനെ കടിച്ച് പറിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടും. പക്ഷേ ഇതിലുണ്ടാക്കുമ്പോൾ നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്നതോ പണ്ടത്തെയൊക്കെ ഇത്. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ രാവിലെ ചായയും കാപ്പി രാവിലെ നിർത്തി. 2 ആഴ്ചയായിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മസാലക്കറി, അതായത് പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന മസാല പോലെ. മസാല ദോശയിൽ ഇതേ സംഭവം തന്നെ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ രാവിലത്തെ കാപ്പിയും പരിപാടിയൊക്കെ നിർത്തിയപ്പോൾ ഇന്ന് കാപ്പി കുടിക്കാനും കൂടെ തോന്നി. ഇന്ന് ഉച്ചയ്ക്കുള്ള പരിപാടിയാണ് ഇപ്പോൾ നോക്കണത്. നമ്മൾ കേർഡ് റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. കാരണം ഇന്ന് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഷൂട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമയം കിട്ടില്ല. 12 മണിയായി എല്ലാം കഴിഞ്ഞപ്പോൾ. അപ്പോൾ സമയം കിട്ടാത്തപ്പോൾ പിന്നെ ഏറ്റവും ഈസി ആൻഡ് അടിപൊളിയായിട്ടുള്ളതാണ് കേർഡ് റൈസ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ കേർഡ് റൈസ്? എനിക്ക് പണ്ടൊക്കെ നമ്മൾ കേർഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഈ ചോറും തൈരും കൂട്ടിക്കഴിച്ചാൽ നമ്മുടെ നല്ല പുളിച്ച തൈര്. അപ്പോൾ അന്നൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രോപ്പർ ഒത്തൻറ്റിക് കേർഡ് റൈസിൻ്റെ ടേസ്റ്റും സംഭവം മനസ്സിലാക്കിയപ്പോഴാണ് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണോ കേർഡ് റൈസ് എന്ന് മനസ്സിലായത്. നല്ല ബസ്മതി റൈസിൽ പാൽ ഒഴിക്കണം കേട്ടോ. പാലാണ് അതിൻ്റെ ടേസ്റ്റ്. പാലും പിന്നെ തീരെ പുളിയില്ലാത്ത തൈരും പിന്നെ അങ്ങനെ കുറച്ച് മാഷി പോലെ ഇതുപോലെ ഇങ്ങനെ കുറച്ചൊരു ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിട്ട് ഒഴിക്കണം. പിന്നെ നമ്മുടെ വറവ് ഇടുന്നത് ഉപ്പിടാൻ മറക്കരുത്. പിന്നെ നമ്മൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കായത്തിൻ്റെ പൊടി എന്തായാലും ഇടണം. പിന്നെ കാഷ്യൂ ഇടണം. കാഷ്യൂ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനതിന് പകരം ഒരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പീനട്ട്സ് ഇട്ടു. അതും നല്ല ടേസ്റ്റാണ്. പിന്നെ അനാറ് നിറയെ ഇടണം കേട്ടോ. നമ്മുടെ പൊമോഗ്രാനൈറ്റ് അതും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ ഇതിടാറുണ്ട്. ചില സമയത്ത് ബീട്രൂട്ട് ഇടും. ബീട്രൂട്ട് ഇങ്ങനെ ഇതിൽ ഗ്രേറ്റ് ചെയ്തിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഹെൽത്തിയുമാണ് ബീട്രൂട്ട് കേർഡ് റൈസ്. പിന്നെ അതിൻ്റെ കൂടെ പൊട്ടറ്റോ തന്നെ വേണം. ഇന്ന് മൊത്തം പൊട്ടറ്റോ അല്ല. ഞാൻ എപ്പോഴും ആലോചിക്കണം, രാവിലെയും പൊട്ടറ്റോ ഉച്ചയ്ക്കും പൊട്ടറ്റോ എൻ്റെ അമ്മോ. അപ്പോൾ ഇന്ന് അതാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് മിത്തുക്കുട്ടി രമേശേട്ടന് കുറേ ദിവസമായി പറയണം. മിത്തുക്കുട്ടി എന്തായാലും സ്കൂളിൽ നിന്ന് വരാറായി. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഈവനിങ് സ്നാക്സ്, ഞാനങ്ങനെ ഇന്നും ഈവനിങ് സ്നാക്സ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഇതൊന്നും ഒരു ശീലമാക്കാറില്ല. കാരണം നമുക്ക് ഇഷ്ടംപോലെ ജോലിയും ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. ചില ദിവസം മൂഡ് വരുമ്പോൾ പിന്നെ ഇവർ കുറേ ദിവസമായി പറയും ചെയ്യണം. നാട്ടിൽ നിന്ന് അച്ഛൻ പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രമേശേട്ടൻ്റെ അച്ഛൻ പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്ക വരട്ടിയതും ചക്കപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചക്ക വരട്ടിയത് കൊണ്ട് ഈ ഒരു കുപ്പി ഫുള്ളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഇലയും കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി കൊടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചക്ക വരട്ടിയത് ഓൾമോസ്റ്റ് ഹാഫായി. മിത്തു രമേശേട്ടന് വെറുതെ ഇരുന്ന് കഴിച്ചിട്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം, ഇന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ഇലയൊക്കെ എടുത്ത് ശർക്കര നോക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം കുഴപ്പമില്ല, ആ ഒരു 5-6 ഇല ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു 6 ഇലയ്ക്കുള്ള ശർക്കര ഉണ്ടാലോ ഉരുക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് അരിപ്പൊടി നോക്കിയപ്പോഴാണ് അരിപ്പൊടി ഇല്ല. എൻ്റെ കയ്യിൽ പുട്ടുപൊടിയുള്ളൂ, നൂൽപുട്ടിൻ്റെ പൊടി ഇല്ല. റാഗിയുടെ പുട്ടുപൊടി, റാഗി നൂൽപുട്ടുപൊടിയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? റാഗി വെച്ചിട്ട് ചക്കപ്പം ഉണ്ടാക്കായിരുന്നു അല്ലേ. അതിപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആലോചിച്ച്. അങ്ങനെയാണ് എന്തെങ്കിലും ഒരു പരിപാടിക്ക് അത് ഇറങ്ങി തിരിച്ചാൽ ഒരു സാധനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ബ്ലിങ്കിറ്റിലൊന്നും ഉണ്ടാവില്ല. സാധാരണ കേരള സ്റ്റോറിലാണ് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ നോക്കി ബ്ലിങ്കിറ്റിൽ. അപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഡബിൾ ഹോഴ്സിൻ്റെ മാത്രം ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ എന്തായാലും അത് ഫ്രിഡ്ജ് കയറ്റാമെന്ന് വിചാരിച്ചു. ആവശ്യം വരുമല്ലോ ശർക്കര ഉരുക്കിയതല്ലേ. അപ്പോൾ അത് ഫ്രിഡ്ജ് കയറ്റാം. ചക്ക വരട്ടിയത് മിക്കവാറും ഞാൻ ചക്കപ്പം ഉണ്ടാക്കുമ്പോഴേക്കും അത് മൊത്തം കഴിച്ച് തീർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ മിത്തുക്കുട്ടി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു. എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാം, ഓൾറെഡി പ്ലാൻ ചെയ്തതല്ലേ എന്ന് വിചാരിച്ചു കേട്ടോ.
അഞ്ചരേ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു, ഞാൻ 10 മിനിറ്റ് ഉറങ്ങട്ടെ, കാരണം ഇന്ന് ആർട്ട് ക്ലാസ് ഉണ്ട്, അപ്പോൾ 10 മിനിറ്റേ ഉറങ്ങാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് എണീറ്റ് റെഡിയൊക്കെ ആവണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കാപ്പിയും ഇന്ന് രാവിലെയും വൈകിട്ടും കാപ്പി കുടിച്ചു. ഓരോരോ ദിവസം ഓരോ പ്രാന്ത് കയറിയിട്ട് ഉണ്ടാക്കും. മിത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പതിപ്പിച്ച കാപ്പി. ഇത് ഫ്രഞ്ച് ടോസ്റ്റാണ്, നമ്മുടെ എഗ്ഗും ഇതൊക്കെ പാലൊക്കെ ചേർത്തിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ, ആ ബ്രെഡാണെങ്കിൽ ഓൾമോസ്റ്റ് എക്സ്പയറി നാളെ കഴിയും ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് വെച്ച് ഫ്രഞ്ച് ടോസ്റ്റ് എങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ചക്കപ്പത്തിൻ്റെ കാര്യം ഞാൻ മിണ്ടിയില്ല, അത് ഉണ്ടാക്കാൻ ഫ്ലോപ്പായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിത്തോട് ആകെ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാക്കും, സീനാക്കും. അപ്പം ഞാൻ വിചാരിച്ചു മിത്തു എണീക്കുമ്പോഴേക്കും ഫ്രഞ്ച് ടോസ്റ്റ് ആവാം, അതാകുമ്പോൾ രമേശേട്ടനും കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചു. എന്നാൽ പിന്നെ ജിമ്മിലെ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ജിമ്മിൽ പോകും, അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാനുണ്ടെങ്കിൽ കുറച്ച് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രമേശേട്ടനും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചു. ഇനി ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ആർട്ട് ക്ലാസ്സിലേക്ക് പോകാൻ. ഇന്നൊരു ഫുൾ ഡേ മഴ ദിവസമായിരുന്നു കേട്ടോ, അതായത് ഇങ്ങനെ മഴ പെയ്യും, ഇരുട്ടാവും, കാറ്റ്, ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ ജനലൊന്നും തുറന്നിടാൻ വയ്യ. അങ്ങനെ വേഗം എണീറ്റ് മിത്തുക്കുട്ടി പാവം ദേ റെഡിയായി, ഉറക്കൊന്നും ശരിയാവാതെ. ഇപ്പം എന്നും മിക്കവാറും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ് ടെസ്റ്റ് പോലെ. അപ്പോൾ രാത്രി കുറേ നേരം ഇരിക്കും, രാവിലെ എന്തായാലും നേരത്തെ എണീറ്റിട്ട് 7:30 ആകുമ്പോഴേക്കും പോവും വേണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങും, മിക്ക ദിവസം ക്ലാസ്സസും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രമേശേട്ടൻ ഞാൻ വന്നപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് ജിമ്മിൽ പോയി. ഇതേ രമേശേട്ടനും ട്രെയിനറും കൂടി ഇരുന്ന് വർത്താനം പറയുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു സത്യം മനസ്സിലാക്കി, ഞാൻ ജിമ്മിലേക്കല്ല, ഷൂസ് എടുക്കാൻ മറന്നു. അവിടെ ചെന്നപ്പോഴാണ് ഓർമ്മ, ഷൂ എടുക്കാൻ മറന്നു. അതേ സ്പീഡിൽ നടക്കുകയാണ് കേട്ടോ. ഫുള്ള് മറവിയാന്ന് തോന്നുന്നുണ്ട്. അതുവരെ എത്തി, അതിൻ്റെ ഉള്ളിലേക്ക് ഷൂ ഇല്ലാതെ അലൗ ചെയ്യില്ല, പുറത്തത്തെ ചെരുപ്പിടാൻ പാടില്ലല്ലോ. ഇനിയിപ്പോൾ അത് പോയി എടുക്കട്ടെ. ഇത് മിക്ക ദിവസം സംഭവിക്കുന്നതാണ്, കാരണം കുറേ സാധനങ്ങൾ കൈ പിടിച്ച് നടക്കുമ്പോൾ ഒക്കെ മറക്കും. അങ്ങനെ വേഗം വീട്ടിൽ പോയി ഇതേ ഷൂസൊക്കെ ആയിട്ട് തിരിച്ച് വന്നപ്പോഴും ഇതേ രമേശേട്ടനും ട്രെയിനറും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കളിയാക്കി പറയും, വെറുതെ അല്ല അല്ലേ 3 മണിക്കൂറൊക്കെ ജിമ്മിൽ പകുതി നേരം വർത്തമാനമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ഈവനിങ്ങിൽ പോവാം. രമേശേട്ടൻ ഭയങ്കര ജിമ്മും കാര്യം, ഞാനിപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ സ്റ്റാമിന കുറച്ച് കുറവാണ്, കാരണം ഞാൻ ഫുഡ് തോന്നിയ പോലെയല്ലോ. രമേശേട്ടൻ പിന്നെ ഭയങ്കരമായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന കാരണം കറക്റ്റാണ്. ഇനി മിത്തുക്കുട്ടീനെ 8 മണിയാകുമ്പോഴേക്കും കൊണ്ടുവരുമ്പോഴേക്കും ജിമ്മൊക്കെ കഴിഞ്ഞ് ദേ വേഗം വീട്ടിലേക്ക് എത്തി ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുവരണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ രാത്രി ഫുഡ് കഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ ദിവസം അടിപൊളി വ്ളോഗുമായിട്ട് കാണാം. ബൈ.